എക്സാം അടുത്തിരിക്കുകയാണ്. SSLC വിദ്യാർത്ഥികൾ പഠനം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ സ്കൂളുകളിലും റിവിഷൻ ആരംഭിക്കാൻ സമയമായി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നും നിങ്ങൾക്ക് ഒരു ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറബി ഭാഷയിൽ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 അറബിക്ക് തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് അറബിക് ഭാഷയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിനുള്ള ടിപ്സ്, പെട്ടെന്ന് പഠിക്കാനുള്ള ടിപ്സ് എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് പൊതുനിർദ്ദേശങ്ങളെല്ലാം എന്തെല്ലാം എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം, ഫസ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് നമ്മുടെ സമയം. അതേപോലെ തന്നെ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്, മാർക്ക് കിട്ടുന്നത് എത്രയാണ്, 40 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് പൊതുനിർദ്ദേശങ്ങൾ നോക്കാം. നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഉത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓടിച്ച് കൊണ്ടുപോകാം. എല്ലാ ക്വസ്റ്റ്യൻസും ഈ 15 മിനിറ്റോട് നമ്മൾ വായിച്ചിട്ട് ഏകദേശം ഒരു ധാരണ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെറുതാക്കി എഴുതി വെക്കുന്നത് കാണാം. ഇതൊരിക്കലും ചെയ്യരുത്. കാരണം പിന്നെ ഇൻവിജിലേറ്റേഴ്സ് അത് ചെയ്യുന്നത് പിന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ നിങ്ങളെ തടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിഡ് ടേം എക്സാമിന് തന്നെ നിങ്ങളത് എന്താ ചെയ്യുക, പാലിച്ചു പോവുക. അങ്ങനെയാകുമ്പോൾ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൂടെ എളുപ്പമാകും. നിങ്ങൾക്ക് അല്ലെങ്കിൽ എഴുതി പോകും അറിയാതെ ഉത്തരങ്ങളൊക്കെ. അപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നമ്മളൊന്ന് നോട്ടം ഇട്ട് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, ആദ്യം ചോദ്യം വായിക്കാൻ ഉത്തരങ്ങളും ക്രമീകരിക്കാനുള്ള കൂൾ ഓഫ് ടൈമിന് നമ്മൾ ചെയ്യുക. അതുപോലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. അതായത് ചിലപ്പോൾ ഇവിടെ എന്താണ് 5-6 ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ 3 എഴുതിയാൽ മതിയാവും. നിങ്ങൾ അതിൽ ഏറെ എഴുതിയിട്ട് നിങ്ങളെ സമയം കളഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നിടത്തൊക്കെ സമയം തികയാതെ പോകും. അപ്പോൾ ഒരു യുക്തിപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണുക. ഉത്തരങ്ങൾ എഴുതുമ്പോൾ സ്കോർ സമയം പരിഗണിക്കണം എന്ന് പറയുന്നത്, ഒരു മാർക്കിൻ്റെ ആൻസറിന് നിങ്ങൾ ഒരു 10 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയവും സ്കോറും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, പിന്നെ A-B ചോയ്സുള്ള ചോദ്യങ്ങൾ നന്നായി അറിയുന്നതിൽ ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് 6ാമത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ 7ാമത്തെ ക്വസ്റ്റ്യനിൽ, അതുപോലെ പല ക്വസ്റ്റ്യൻസിലും എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ A എഴുതാം അല്ലെങ്കിൽ B എഴുതാം. അപ്പോൾ അങ്ങനെ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും വായിച്ചു നോക്കുക. ആദ്യം കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് രണ്ടും വായിച്ച് ഇതിൽ ഏത് എഴുതണം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പെൻസിലിനോട് ചെറുതായിട്ട് ഒരു ടിക്കറ്റ് വെക്കാം. ഓക്കെ, ഇത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ ഒന്നും ഒരിക്കലും എഴുതി വെക്കരുത്. ഇതന്നെ എന്താണ് അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അജിബ് അനിൽ അസ്ഇല എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. എന്താണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഇതിൽ ഈ ഭാഗത്തൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണല്ലോ ഉത്തരം എഴുതേണ്ടത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 മുതൽ 4 വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അതായത് 1 മുതൽ 4 വരെ ഉള്ളതിന് ഓപ്ഷൻ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. എങ്ങനെയാണ്, 4 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് തരാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ബിൻതാനി. എന്താണ് ബിൻതാനി എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവണം, അർത്ഥം അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ വേർഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം 2 എണ്ണമാണെന്ന്. അതായത് ഈ അലിഫും നൂനും ലാസ്റ്റ് അധികരിച്ച് വരുന്നില്ലേ, ബിൻതാനി. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താണ്, ബിൻതുൻ എന്നാണ്. അപ്പോൾ ഡാഷ് എന്നതിന് ഇതൊരു ഇസ്മാണല്ലേ. ഇസ്മിലേക്ക് ഇവിടെ 3 ഫീല് തന്നിട്ടുണ്ട്. അതായത് പ്രവർത്തനം. ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു നൗണ്, ഒരു പേര് അല്ലേ. ആ പേര് ചെയ്തതായിട്ട് 3 പ്രവർത്തനങ്ങളുടെ പേര് തന്നാണ്. 1 യദ്ഹബാനി, 2 തദ്ഹബാനി, തദ്ഹബീന. ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബിൻതുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പെൺകുട്ടിയാണ് അല്ലേ. പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾക്കാണ് ബിൻതാനി എന്ന് പറയുന്നത്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് വരാറില്ല, പക്ഷേ വരുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറയാം. അപ്പോൾ ഈ യദ്ഹബാനി എന്നുള്ളത് ആൺകുട്ടികൾക്കാണ് ഉപയോഗിക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കാണിച്ചു തരാം. അത് പഠിക്കേണ്ട മെത്തേഡ് പറഞ്ഞുതരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട, അലിഫും നൂനും അധികരിച്ച് വന്നതുകൊണ്ട് ഇവിടെയും അലിഫും നൂനും അധികരിച്ച് വന്നതായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് വെട്ടിയിടാം. ഇത് ആയിരിക്കില്ല.
എന്ന് പറയുമ്പോൾ അലിഫും നൂനും അധികരിച്ച് വന്നിട്ടുണ്ടല്ലേ, അപ്പം അലിഫും നൂനും ഉള്ളതായിരിക്കും. പിന്നെ അതുപോലെ യാ വന്നതുകൊണ്ട് നമുക്ക് ഇതും അങ്ങോട്ട് വിട്ടി നോക്കാം. അപ്പൊ തെഹബാനി എന്നാണ് ഈ ആൻസർ. ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് ലോജിക്കിലൂടെ കിട്ടിയതാണ് ഇത് സംഭവം. പക്ഷെ ഇതിന് ഒരു നിയമം ഉണ്ടല്ലോ, ആ നിയമം നമുക്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് ഈ രണ്ട് എന്താ പറയാ ബോക്സിലും നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും എങ്ങനെയാണെന്ന്. ഇത് നമുക്ക് ആദ്യം പഠിക്കാം. അൽ മുഫ്രദു എന്ന് പറഞ്ഞാൽ ഏകവചനം എന്നർത്ഥം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകവചനം. മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം. ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത് അല്ലെ. മുസന്ന ദ്വിവചനം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നത്. അൽ ജം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനമാണ്. ബഹുവചനത്തിന് എന്ന് വെച്ചാൽ മൂന്നോ അതിലധികമോ സംഭവത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ മുദക്കർ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായല്ലോ, ഏകവചനം, ബഹുവചനം, ദ്വിവചനം. ഓക്കെ, ഇനി അടുത്ത് മുദക്കർ. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. ഇവിടെ അത് വീണ്ടും വന്നിരിക്കുകയാണ് മുദക്കർ മുഅന്നസ്. അപ്പൊ ഇത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ബിൻതാനി എന്നുള്ള വേർഡാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് കേട്ടോ, അതാദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതില് ബിൻതാനി എന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു ആൺകുട്ടി മുതൽ നമുക്ക് തുടങ്ങാം. വലതുൻ ഒരാൺകുട്ടി, വലതാനി രണ്ടാൺകുട്ടികൾ, ഔലാദുൻ മൂന്നോ അതിലധികമോ ആൺകുട്ടികൾ. ഓക്കെ, ബിൻതുൻ ഒരു പെൺകുട്ടി, ബിൻതാനി രണ്ട് പെൺകുട്ടികൾ, ബനാത്തുൻ മൂന്നോ അതിലധികമോ പെൺകുട്ടികൾ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് സർഫാക്കി പഠിക്കാം. വലതുൻ വലതാനി ഔലാദുൻ. നമ്മൾ കൈമല എണ്ണിക്കോ ഓരോന്നും. വലതുൻ വലതാനി ഔലാദുൻ, ബിൻതുൻ ബിൻതാനി ബനാത്തുൻ. ഓക്കെ, അപ്പോ നമ്മൾ ഓരോന്ന് ഉണ്ട്. അപ്പൊ ബിൻതാനി എത്രാമത്തതാണെന്ന് നമുക്ക് നോക്കാം. വലതുൻ വലതാനി ഔലാദുൻ ബിൻതുൻ ബിൻതാനി അഞ്ചാമത്തതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇസ്മുകളാണ്. ഇസ്മിന്റെ കൂടെ വരുന്ന വെർബ് ഫിഅല് നമുക്കൊന്ന് നോക്കാം. ഇത് ഫിഅല് മുലാരിയാണ് കേട്ടോ. മുലാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ്, കണ്ടിന്യൂ, നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലെ. ഇപ്പൊ യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നർത്ഥം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ യദ്ഹബാനി എന്ന് പറഞ്ഞാൽ രണ്ടുപേര് പോകുന്നതിനാണ് പറയാ. യദ്ഹബൂന എന്ന് പറഞ്ഞാൽ മൂന്നോ അതിലധികമോ ആള് പോകുന്നതിനാണ് പറയാ. തെദ്ഹബ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പോകുന്നതിനാണ് പറയാ. തെദ്ഹബാനി രണ്ട് സ്ത്രീകൾ പോകുന്നതിനാണ് പറയാ. യദ്ഹബിന എന്ന് പറഞ്ഞാൽ മൂന്നോ അതിലധികമോ സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളായാലും എന്തായാലും മുഅന്നസായ ഇസ്മ പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇത് അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിൻതാനി എന്നുണ്ട് അല്ലെ. ആ ബിൻതാനി എത്രാമത്തെ? 1 2 3 4 അഞ്ചാമത്തതാണ്. അതേപോലെ ഇതിലും ഇതേ മുഫ്രദ്, മുസന്ന, ജമ്, ഏകവചനം, ദ്വിവചനം, ബഹുവചനം, മുദക്കർ, മുഅന്നസ് ഇതേപോലെ ഈ ബോക്സിൽ നമുക്ക് കാണാം. ഈ ബോക്സിൽ വലതുൻ എന്നുള്ളതിന്റെ നേരെയാണ് പോകുന്നു എന്ന് പറയുന്നെങ്കിൽ യദ്ഹബു എന്നാണ് ചേർക്കാം. ഓക്കെ, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇവിടെ വലതാനി എന്നാണെങ്കിൽ ഇവിടെ എന്താണ്? രണ്ടാമത്തെ യദ്ഹബാനി എന്ന് ചേർക്കണം. ഔലാദുൻ എന്നാണെങ്കിൽ യദ്ഹബൂന എന്ന് ചേർക്കണം. ബിൻതുൻ എന്നാണെങ്കിൽ തദ്ഹബു എന്ന് ചേർക്കണം. ബിൻതാനി എന്നാണെങ്കിൽ തദ്ഹബാനി എന്ന് ചേർക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഉണ്ടായിരുന്നത്? ബിൻതാനി എന്നല്ലേ. ആ ബിൻതാനി എന്നുള്ളതിന് എന്താ ചേർക്കേണ്ടത്? തദ്ഹബാനി, അഞ്ചാമത്തെ വേർഡ്. അതായത് 1 2 3 4 5 അഞ്ചാമത്തെ വേർഡ്. വലതുൻ വലതാനി ഔലാദുൻ ബിൻതുൻ ബിൻതാനി. അതേപോലെ യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? അൽ ബിൻതാനി എന്നാണ് അല്ലെ. ബിൻതാനി എന്നാണെങ്കിൽ തദ്ഹബാനി എന്നാണ് അതിന്റെ ആൻസർ. എന്താണ്? തദ്ഹബാനി. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇതുപോലെ ആണെന്ന് മനസ്സിലാവാം. ഇനിയിപ്പോ ഞാൻ വേറൊരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ബനാത്തുൻ എന്നാണ് തന്നത് എങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് മനസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ. അപ്പോ വലതുൻ വലതാനി ഔലാദുൻ ബിൻതുൻ ബിൻതാനി ബനാത്തുൻ എത്രാമത്തെയാ? ആറാമത്താണ് അല്ലെ. അപ്പൊ നോക്കാം. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യദ്ഹബുന. ഇവിടെ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചില സമയത്ത് എന്താണ് യാ ബിൻത്തിന് പെൺകുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? ടാ വരുന്ന എന്നാണ് അല്ലെ. എന്നാൽ ചിലയിടങ്ങളിൽ യാ വരും. ഓക്കെ, അതാണ് ഈ ജമ്മായിരിക്കുക, അതുപോലെ മുഅന്നസ് ആയിരിക്കുക. അങ്ങനത്തെ സ്ഥലത്ത് യാ വരും. യദ്ഹബിന എന്നാണ് പറയാ. അപ്പൊ എല്ലായിടത്തും താ വരും പെൺകുട്ടികൾക്ക് എന്ന് വിചാരിക്കേണ്ട. അപ്പൊ യദ്ഹബിനയും വരും. ഓക്കെ, അപ്പോ റെയർ ആയിട്ട് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ബാക്കിയുള്ളടത്തൊക്കെ നോക്കി തദ്ഹബു തദ്ഹബാനി ഇവിടെ മാത്രം വന്നു അല്ലെ. അതേപോലെ ഇവിടെ മുഅന്നസ് വരുന്നുണ്ട്. തദ്ഹബീന തദ്ഹബാനി തദ്ഹബന. ഇവിടെയൊക്കെ എന്താണ്? താ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രം യാ വന്നു. ഇങ്ങനെ തന്നെയാണ് ആൻസർ കേട്ടോ, യദ്ഹബിന. അപ്പോൾ ബനാത്തുൻ എന്നാണെങ്കിൽ അതിന്റെ ആൻസർ
യദ്ഹബ്ന എന്നായിരിക്കും. ഔലാദുൻ എന്നുള്ളതാണ് മൂന്നാമത്തെ വേർഡ് അല്ലേ? അപ്പൊ ഇവിടെ മൂന്നാമത്തെ വേർഡ് എന്താണ്? യദ്ഹബൂന എന്നായിരിക്കും. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തും? ഈ ബോക്സ് നമ്മുടെ കയ്യിലുണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. വലതുൻ വലതാനി ഔലാദുൻ, ബിൻതുൻ ബിൻതാനി ബനാത്തുൻ, യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബ്ന. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അപ്പൊ നമുക്ക് ഈ ആൻസർ ഇത് ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യന് മാത്രമല്ല, ഇനിയും ഇത് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. അപ്പൊ ഒന്ന് പഠിക്കേണ്ട എന്തെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് കാണാം. അപ്പൊ ഇതിന്റെ ആൻസർ തദ്ഹബാനി ട്ടോ. ഇവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? ഹാഫിൽ ബക്കർ ഇബ്രാഹിം ഷാഇറുൻ ഡേഷ്. അപ്പോൾ ഹാഫിൽ ബക്കർ ഇബ്രാഹിം ആരാണ്? ഷായറാണ്, കവിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാഫിൽ ബക്കർ ഇബ്രാഹിമിനെ നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു കവിതയുണ്ട് അല്ലേ? ആ കവിത എഴുതിയത് ആരാണ്? ഹാഫിൽ ബക്കർ ഇബ്രാഹിമാണ്. ഇദ്ദേഹം ഷായറാണ്. ഷായർ ഫലസ്തീനിലെ ഷായറാണോ? ഷായർ എന്ന് പറഞ്ഞാൽ കവി, ഓക്കെ. ഫലസ്തീനിലെ ഷായറാണോ? മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് കേട്ടോ. ഈജിപ്തിലെ കവിയാണോ? അതുപോലെ ലെബനാനിലെ കവിയാണോ എന്നാണ് ചോദ്യം. ലെബനോണിലെയാണോ, ഈജിപ്തിലെയാണോ, ഫലസ്തീനിലെയാണോ? ഇത് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ പാഠഭാഗത്ത് നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയോ? നമുക്ക് തന്നിരിക്കുന്ന സ്കൂളിൽ നമുക്ക് ഇപ്പം മിഡ് ടേം എക്സാമിന് 3 കവിതകളും തന്നിട്ടുണ്ട്. 3 കവിതകൾ പഠിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് പാഠം ഏതാണ്? അഹാനിയ റുവാത്ത് എന്ന് പറയുന്ന പാഠം. അത് കവിതയാണ് ല്ലേ? അതുപോലെ വേറൊരു കവിതയുണ്ട്. മുസ്തഫ സ്വാദിഖ് റാഫി രചിച്ചിട്ടുള്ള കവിത, ആഹ് ഇലൈക്കി അഹിന്നുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത. ഓക്കെ. പിന്നെ 3 ഇദ്ദേഹം ഹാഫിൽ ബക്കർ ഇബ്രാഹിമിന്റെ ഒരു കവിതയുണ്ട്. അദൽത ഫ അമിൻത എന്ന കവിത. അപ്പൊ ഈ അദൽത ഫ അമിൻത എന്ന് എഴുതിയ കവി ആരാണ്? ഹാഫിൽ ബക്കർ ഇബ്രാഹിമാണ്. ഇദ്ദേഹം ഫലസ്തീനാണോ, മിസ്റാണോ, ലബനാനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന കവികളുടെ സ്ഥലം നമ്മൾ പഠിക്കൽ നിർബന്ധം. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഷായർ ഹാഫിൽ ബക്കർ ഇബ്രാഹിമിനെ കുറിച്ചാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മുസ്തഫ സാദിഖ് റാഫിനെ കുറിച്ചായിരിക്കും ചോദിക്കുക. അതുപോലെ നമ്മൾ പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. CH മുഹമ്മദ് കോയ, അതുപോലെ അബാദി ബാനു, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കൽ പിന്നെ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ സ്ഥലം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ പാഠഭാഗത്ത്. നോക്കൂ, പേജ് നമ്പർ 73 നമുക്ക് ഇതിദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? എന്താണ് ഷാഇറു നീൽ അല്ലെ? ഷാഇറു നീൽ എന്ന് പറഞ്ഞാൽ നൈലിന്റെ കവി എന്ന്. അദ്ദേഹത്തിന്റെ ലക്കബലമാണ്. ലക്കബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്ഥാനപ്പേര്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഹാഫിൽ ബക്കർ ഇബ്രാഹിം ഹുവ ഷാഇറുൻ മിസ്രിയുൻ. അപ്പൊ ഇദ്ദേഹം ആരാണ്? മിസ്രിലെ കവിയാണ്. നമുക്ക് ഓപ്ഷനിൽ ഈ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു. ഏതൊക്കെയുണ്ടായിരുന്നു? ഫലസ്തീനും മിസ്റും അതുപോലെ ലബനാനും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓപ്ഷൻ ഏതാണ്? മിസ്രി എന്നാണ് കറക്റ്റ് ആൻസർ അല്ലെ? അപ്പൊ ഇത് കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കവികളെ കുറിച്ച് പഠിക്കാനുണ്ടാവുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ്. ഒന്നാമത് അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം. ഇനിയിപ്പോ സാദിഖ് റാഫി ആണെങ്കിലും നമ്മൾ പഠിക്കേണ്ട ഇത് മൊത്തം പഠിക്കണോ? വേണ്ട. എന്തൊക്കെയാ പഠിക്കേണ്ടത്? ഒന്ന് ജനന സ്ഥലം. അപ്പോൾ മിസ്റാണ് നമുക്ക് മനസ്സിലായി. അതുപോലെ ഇദ്ദേഹത്തിന് ലഖബലം ഉണ്ടെങ്കിൽ, യുലഖബു എന്നുള്ള വീടുണ്ട്. നിങ്ങൾ യുലഖബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എന്താണ്? പേര് നൽകപ്പെട്ടു എന്നാണ്. എന്ത് സ്ഥാനപ്പേരാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ബി ഷാഇറിൻ നീൽ. ഇതവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഷാഇറുൻ നീൽ അല്ലേ? വളരെ പ്രസിദ്ധമായ പേരാണ്. ഇദ്ദേഹം എന്താണ്? അഷ്ഹറു ഷുറ ആണ്. അഷ്ഹറു ഷുറ എന്ന് പറഞ്ഞാല് കവികളിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരാളാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഷാഇറുൻ നീൽ എന്ന് പറഞ്ഞാൽ നൈലിന്റെ കവിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് ഷാഇറുൻ നീൽ. അപ്പൊ ഇതെന്താണ് പഠിക്കണം? ഷാഇറുൻ നീൽ എന്ന് പറയുന്നത് ഹാഫിൽ ബക്കർ ഇബ്രാഹിം ഷാഇറുൻ നീൽ. അതുപോലെ വേറൊരു ലഖബലവും കൂടെ ഉണ്ട്. ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര് കേട്ടോ. അപ്പൊ വേറൊരു സ്ഥാനപ്പേര് എന്താണ്? ഷാഇറു ഷാബ്. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? മിസ്രിയാണ്. അദ്ദേഹം എന്താണ്? ഈജിപ്ഷ്യനാണ്. മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലുള്ള ആളാണ്. ഷാഇറു നീൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേര്. രണ്ടാമത്തെ സ്ഥാനപ്പേര് എന്താണ്? ഷാഇറു ഷാബ്. അപ്പോൾ എക്സാമിന് ഒരു ഭാഗത്ത് തന്നിട്ടുണ്ടാവും ഹാഫിൽ ബക്കർ ഇബ്രാഹിം, മറുഭാഗത്ത് തന്നിട്ടുണ്ടാവും ഷാഇറു നീൽ അല്ലെങ്കിൽ ഷാഇറു ഷാബ്. എന്നിട്ട് ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് പറയും. സിൽ ബൈന അമുദൈനിന്നോ അങ്ങനെ എന്തെങ്കിലും തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതില് ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഹാഫിൽ ബക്കർ ഇബ്രാഹിമിനെ കുറിച്ച് പഠിക്കേണ്ടത് നാഷണാലിറ്റി പഠിക്കണം. അദ്ദേഹത്തിന് ലഖബലം ഉണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ പുസ്തകങ്ങളോ കവിതകളോ കൃതികളോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കണം. അത് നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളത്.
വമിൻ അഷ്ഹരി ഖസായിദ്. അപ്പൊ ഖസായിദ് എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കണം. കവിത എന്നാണ് ഖസായിദ്. ഷിർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. ഖസായിദ് എന്ന് പറഞ്ഞാൽ കവിതകൾ. വേറെ ഒരു തരം കവിതകൾക്കാണ് ഖസായിദ് എന്ന് പറയുക. ചെറിയ മാറ്റമുള്ളൂ. അപ്പോൾ അൽ ലുഗത്തുൽ അറബിയ തൻ ആ ഹല്ലഹ ബൈന അഹ്ലിഹ എന്നാണ് കവിതയുടെ പേര്. ഈ ഖസായിദിന്റെ പേര്, ഖസീദയുടെ പേര്. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. അറബി ഭാഷയെ കുറിച്ചുള്ള കവിത കണ്ടാല് ഈ ഒരു പേര് തന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് ഹാഫിൽ ബക്കി ഇബ്രാഹിമിന്റെ ആണെന്ന്. അപ്പൊ ഏതൊക്കെയാ പഠിക്കേണ്ടത്? നാഷണാലിറ്റി പഠിക്കണം, സ്ഥാനപ്പേര് പഠിക്കണം, പുസ്തകങ്ങൾ എന്തെങ്കിലും കൃതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കണം. ഓക്കെ. അപ്പൊ ഈ ഖസായിദ് എന്നുള്ളതിന് പകരം ചിലപ്പോ അല്ലേ വേറെ ആളുതാണെങ്കിൽ ചിലപ്പോൾ കുത്തുബിഹി എന്ന് തരും, അല്ലെങ്കിൽ ദീവാനുഹു എന്ന് തരും. ദീവാൻ എന്ന് പറഞ്ഞാൽ സമാഹാരം എന്നാ. അത് നമുക്ക് വേറെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ മുഅല്ലഫാത്തുഹു എന്ന് തരും, കൃതികള്. അപ്പൊ ഈ 4 വേർഡിലെ ഒന്ന് മുഅല്ലഫാത്ത്. മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ കൃതികൾ. കുത്തുബുഹു, കുത്തുബു എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങള്. ദവാവീനുഹു, ദവാവീൻ എന്ന് പറഞ്ഞാല് ദീവാനും ജമ്മു ദവാവീന് അത് എന്ന് പറഞ്ഞാല് സമാഹാരം അല്ലെങ്കിൽ ഖസായിദ്. ഈ 4-ൽ ഏതെങ്കിലും ഒരു വേർഡ് വന്നിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താന്ന്. അപ്പം അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നാഷണാലിറ്റിയും സ്ഥാനപ്പേരും അതുപോലെ അദ്ദേഹത്തിന്റെ ഖസായിദും ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി ഇത് മാത്രമല്ല, ഇനി നമുക്ക് മുസ്തഫ സ്വാദിഖ് റാഫിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. അപ്പോ മുസ്തഫ സ്വാദിഖ് റാഫി ഇതിനെ കുറിച്ചാണ് പേജ് നമ്പർ 40 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. പേജ് നമ്പർ 40 നമുക്ക് കാണാം മുസ്തഫ സ്വാദിഖ് റാഫി. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താ പഠിക്കേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം, നാഷണാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. ജനിച്ച സ്ഥലവും നാഷണാലിറ്റിയും ഏതാണെന്ന് ഇതിൽ പറയുന്നുണ്ട്, നോക്കാം. മുസ്തഫ സ്വാദിഖ് റാഫി ഹുവ ഷാഇറുൻ വ കാതിബുൻ, എഴുത്തുകാരനും കവിയൊക്കെ ആണെന്നാണ് പറയുന്നത്. മഷ്ഹൂർ ഫി അസ്റിൽ ഹദീസ്, ഈ ആധുനിക കാലത്തുള്ള പ്രസിദ്ധനായ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. വുലിദ ഫി മുഹാഫദത്തിൽ കൽയൂബിയ ബി മിസ്ർ, എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? മിസ്റിലാണ്. അതുപോലെ തന്നെ മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ആരുടെ കണ്ടേ? ഹാഫിൽ ബക്കി ഇബ്രാഹിമിന്റെ എവിടെയാണ്? മിസ്റിലാണ് അല്ലെ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രവിശ്യയും കൂടെ കൊടുത്തിട്ടുണ്ട്. മുഹാഫിദത്ത് എന്ന് പറഞ്ഞാൽ പ്രദേശം, പ്രവിശ്യ. അൽ കല്യൂബിയ എന്നാണ്. കല്യൂബിയ. അപ്പൊ ചിലപ്പോ ഇങ്ങനെയും ചോദിക്കാം സ്ഥലം, കല്യൂബിയ ബി മിസ്ർ. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്തഫ സാദിഖ് റാഫി എന്ന് തരും, മറുഭാഗത്ത് അൽ കല്യൂബിയ എന്ന് കണ്ടാൽ മനസ്സിലാക്കി വെക്കാം. ഇത് മുഴുവൻ പഠിക്കേണ്ട. ഈ ഇദ്ദേഹത്തിന്റെ ജനന സ്ഥലം, നാഷണാലിറ്റി ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ എന്താ ഇതിൽ പഠിക്കണത്? ഇത് പിന്നെ ജനിച്ച തീയതിയൊക്കെ ഓർത്ത് വെക്കണം. വേണ്ട, ഇതൊന്നും എക്സാമിന് വരാറില്ല കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഇതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്ഥാനപ്പേര് നിങ്ങൾ പറയേണ്ട, നിങ്ങളോട് ചോദിക്കില്ല. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മുഅല്ലഫാത്തുൻ അദീദ. കണ്ടോ ഇവിടെ മുഅല്ലഫാത്തുൻ അദീദ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. കുത്തുബോ അല്ലെങ്കിൽ മുഅല്ലഫാത്തോ ദീവാനോ വരും എന്നുള്ളത്. അപ്പം മുഅല്ലഫാത്തു അദീദ, അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മിൻഹ അതിൽ പെട്ടതാണ്. അപ്പൊ ഈ മുഅല്ലഫാത്തുൻ എന്നുള്ള വേർഡ് മാത്രം നോക്കി വെക്കുക. അതിൽ പെട്ടത് എന്തൊക്കെയാണ്? ഹദീസുൽ ഖമർ, ഇത് വരാൻ ചാൻസ് ഇല്ല. എനിക്ക് മിക്കവാറും ഹാഫിൽ ബക്കി ഇബ്രാഹിമിന്റെ ആയിരിക്കും വരിക. എന്നാലും ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ വഹയുൽ കലം തഹ്തരായത്തിൽ ഖുർആൻ, ഈ തഹ്തരായത്തിൽ ഖുർആൻ ചിലപ്പോൾ വരാം സാധ്യതയുണ്ട്. അപ്പൊ ഈ 3 പുസ്തകങ്ങൾ, മുഅല്ലഫാത്ത് അദ്ദേഹത്തിന്റെ കൃതികള്, ഹദീസുൽ ഖമർ, അതുപോലെ വഹയുൽ കലം, തഹ്തരായത്തിൽ ഖുർആൻ, ഈ 3 ഏതെങ്കിലും ഒന്ന് വന്നാല് ഒരു ഭാഗത്ത് വന്ന് അതുപോലെ മറുഭാഗത്ത് ഇദ്ദേഹത്തെ തരാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ എന്താണ് അദ്ദേഹത്തിന്റെ കുത്തുബുഹു ഡാഷ് എന്ന് കൊടുത്തിട്ട് ചിലപ്പോൾ വരാം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? നാഷണാലിറ്റിയും സ്ഥാനപ്പേരുണ്ടെങ്കിൽ അതും, അതുപോലെ കൃതികളും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അബു ഖാസിം മുഹമ്മദ് ബിനു അഷാബി. അബുൽ ഖാസിം മുഹമ്മദ് ബിനു അഷാബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയണ്ടേ, കുറച്ച് പ്രായം കുറഞ്ഞാണ്. ഷാബി എന്ന് പറഞ്ഞാൽ യുവാവ് എന്നാണ്. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇദ്ദേഹത്തിന്റെ ജനന തീയതി നമ്മൾ ഓർത്തു വെക്കുക. ജനന തീയതി അല്ല, ജനന സ്ഥലം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി ഏതാന്ന് ഓർത്തു വെക്കണം. ഷാഇറുൻ തൂനീസിയുൻ എന്നിവിടെ കാണാം. അതായത് തുണീഷ്യയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജനിച്ചത്. വുലിദ ബി ഖറിയത്തി ഷാബിയ. ഇപ്പൊ ചിലപ്പോൾ ഇതും വരാം, ഖറിയത്തി ഷാബിയ. ഷാബിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം അബു ഖാസിം ഇബ്നു മുഹമ്മദ് അഷാബി എന്ന് പറയുന്ന വ്യക്തി കവിയാണ്. നമ്മൾ ഫസ്റ്റ് പാടല്ലേ അഹാനി അറുവാത്ത് എന്ന് പറയുന്ന പാഠം, ആ കവിത എഴുതിയത് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുനീഷ്യയിലാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഖറിയത്തി ഷാബിയ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കിയുള്ളത് ഹഫിദുൽ ഖുർആൻ ഫി ഉംരിയ ദാസി, 9ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത്
ഇവിടെ താഴെയുള്ള ഒരു സംഭവം അതാ ദീവാനുഹു. ഓക്കെ, ദീവാനി ഫി ദീവാനി അഹാനി അൽ ഹയാത്ത്. അപ്പോൾ എന്താണ് ദീവാൻ എന്ന് പറഞ്ഞാൽ സമാഹാരം എന്നാണ് അർത്ഥം. ദീവാൻ എന്ന് പറഞ്ഞാൽ സമാഹാരം എന്നാണ് അർത്ഥം. അഹാനി അൽ ഹയാത്ത് എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ സമാഹാരത്തിന്റെ പേര്. സമാഹാരം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കവിത അല്ലെങ്കിൽ കഥ ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ഇദ്ദേഹം എഴുതിയ കവിതകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഒരു പുസ്തകമാക്കിയിട്ട് ഇറക്കുമ്പോൾ, ഒരുപാട് കവിതകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പുസ്തകമാക്കി ഇറക്കുന്നതിനാണ് സമാഹാരം എന്ന് പറയുന്നത്. അപ്പൊ ദീവാൻ എന്ന് പറഞ്ഞാൽ സമാഹാരമാണ്. അഹാനി അൽ ഹയാത്ത് എന്നാണ് സമാഹാരത്തിന്റെ പേര്. നമുക്ക് പഠിക്കാനുള്ളത് അഹാനി അർവാത്ത് എന്ന് പറയുന്ന കവിതയാണ്. ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ 3 ആളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കേട്ടോ. ഹാഫിൽ ബക്കി ഇബ്രാഹിം, മുസ്തഫ സ്വാദിഖ് റാഫി, അതുപോലെ എന്താണ് റൂഖാസിമ ഷാബി. ഇത് എത്രാമത്തെ പേജാന്ന് അറിയോ? 11ാമത്തെ പേജിലാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഈ ഭാഗം ഞാൻ അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ എക്സാമിന്റെ സമയത്ത് പെട്ടെന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡിയല്ലേ? ക്വസ്റ്റ്യൻ ഭാഗത്തേക്ക് തന്നെ ഒന്നും കൂടെ വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടെ പരിചയപ്പെടണ്ടേ. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ അൽ ബിൻതാനി എന്നുള്ളതിന്റെ ആൻസർ ഏതായിരുന്നു? തദ്ഹബാനി. അതുപോലെ ഹാഫിൽ ബക്കി ഇബ്രാഹിം ഷാഇറുൻ എന്ന് പറയുന്നത് എന്താണ്? മിസ്രിയുനാണ്. ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാല്, അടുത്ത ക്വസ്റ്റ്യൻ സ്വിൽ ബൈനൽ അമോദേനി എന്ന് പറഞ്ഞാൽ, സ്വിൽ എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ് അർത്ഥം. എന്ത്? ചേർക്കുക. ബൈനൽ അമോദേനി, അമോദേനി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ 2 തൂണുകൾ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കൂ, 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൽപ്പന ചൗള. 4ാമത്തത് സുൽത്താന റലിയ. 2 പേര് തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ ഈ ഭാഗത്ത് മലിക്കത്തുൽ ഹിന്ദ് എന്ന് തന്നിട്ടുണ്ട്, അൽ ഇമാറാത്തിയ എന്ന് തന്നിട്ടുണ്ട്, റാഇദത്തുൽ ഫലാഇ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ ഏത് ഭാഗത്ത് നമ്മൾ പഠിക്കണം? നമ്മൾ കൽപ്പന ചൗളിനെ കുറിച്ച് നമ്മളെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലേ. പേജ് നമ്പർ 50 നമുക്ക് പഠിക്കാനുണ്ട് കൽപ്പന ചൗളിനെ കുറിച്ച്. അവിടെ എന്താണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. അതുപോലെ സുൽത്താന റലിയ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് നോക്കി വരാം. ഓക്കെ, പേജ് നമ്പർ 50 ഞാൻ എത്തിയിട്ടുണ്ട്. അൽ ഹിന്ദു ഫി ഖിമ്മത്തിൽ ഫറഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ത്യ ആഹ്ലാദത്തിലാണെന്നാണ്. ഇങ്ങനെ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. കൽപ്പന ചൗള തഊദു ഇലൽ അർളി. എന്താണ് അർത്ഥം? കൽപ്പന ചൗള ഭൂമിയിലേക്ക് മടങ്ങുന്നു. അപ്പൊ ഇവര് എവിടെയായിരുന്നു? ഫലായിൽ പോയിട്ടുണ്ടായിരുന്നു, സ്പേസിൽ പോയിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, നമുക്ക് നല്ല പരിചയമുണ്ട്. ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഈ കൽപ്പന ചൗളിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം. അപ്പൊ ഇവരുടെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യൂഡൽഹിയിലാണ് 1997 ഡിസംബർ 5 നടക്കുന്ന ഒരു സംഭവം. ഇവിടെ ഫലാ എന്നുള്ളൊരു വേർഡ് കണ്ടോ? ഫലാ എന്ന് പറഞ്ഞ സ്പേസ് എന്നർത്ഥം അല്ലെ. സ്പേസിലേക്ക് പോയവരാണ് ഇവര്. അപ്പോ ഇതിൽ ചോദിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ചോദ്യത്തിൽ എന്താ ഉണ്ടായിരുന്നത്? റാഇദത്തുൽ ഫലാ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ. അപ്പൊ അവര് കൽപ്പന ചൗള ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിച്ചൂടെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ എന്താന്ന് വെച്ചാൽ കൽപ്പന ചൗള റാഇദത്തുൽ ഫലാ ആണ്. അതായത് സ്പേസിലേക്ക് പോയ ആളുകളുടെ കൂട്ടത്തിൽ ബഹിരാകാശ സഞ്ചാരികളിൽ പെട്ട ആളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് ആര്? കൽപ്പന ചൗള. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഇദത്തുൽ ഫലാഇ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വഹിയ അവ്വലു ഇംറഅത്തിൻ സാതു അസ്ലിൻ ഹിന്ദിയ തുസാഫിറു ഇലൽ ഫലാഇ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും അവ്വലു ഇംറഅത്തിൻ സാതു അസ്ലിൻ ഹിന്ദിയൻ തുസാഫിറു ഡേഷ്, തുസാഫിറു ഇലൽ അർളി ഡേഷ്. ആരാണ് അവര്? മൻഹിയ എന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പോ ഇതിന്റെ അവ്വലു ഇംറഅത്തിൻ അല്ലെ, ആദ്യത്തെ വനിത, ധാതു അസ്ലിൻ ഹിന്ദിയൻ, ഇന്ത്യയിലെ എന്നൊക്കെ, ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നൊക്കെ മനസ്സിലാവുമല്ലോ അല്ലെ. തുസാഫിറു എന്ന് പറഞ്ഞാൽ യാത്ര, സഫർ എന്നൊക്കെ കേട്ടില്ലേ, യാത്ര, സഞ്ചാരത്തിനാണ് തുസാഫിറു എന്ന് പറയാം. ഇലൽ ഫലായി, ഈ ഫലാ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്തായാലും പഠിക്കണം കേട്ടോ. സ്പേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഒപ്പിക്കാം അല്ലെ. എങ്ങനെയെങ്കിലുമൊക്കെ അർത്ഥം എന്തായാലും നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൽപ്പന ചൗളാനെ തട്ടിക്കോ. ഓക്കെ,
ഇത്ര മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് കൽപ്പന ചൗളയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അവരുടെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഒരുപാട് പിന്നെ ഇതില് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് എക്സാമിന് അങ്ങനെ വരുവൊന്നുമില്ല. നിങ്ങള് ടെൻഷൻ അടിക്കേണ്ട. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ മാത്രം എക്സാമിന് പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് എക്സാമിന് സാധാരണ വരാറുള്ളത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ വേറൊരാളും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ അതില് 2 പേരെ നമ്മൾ കണ്ടല്ലോ. ഒന്ന് കൽപ്പന ചൗളയും, ഒന്ന് സുൽത്താന റളിയും. ആദ്യം നമുക്ക് കൽപ്പന ചൗളനെ കുറിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി സുൽത്താന റളിയ ആരാണെന്ന് നോക്കാം. ഓക്കെ. പേജ് നമ്പർ 52 സുൽത്താന റളിയ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഖബില ഇന്ദിരാഗാന്ധി ബി അക്സറ മിൻ സബഅത്തി ഖുറൂനിൻ ഹക്കമത്തിൽ ഹിന്ദ് ഇംറഅത്തുൻ ഖവിയ്യത്തുൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇന്ദിരാഗാന്ധിയുടെ 7 നൂറ്റാണ്ട് മുമ്പ് ശക്തമായ ഒരു വനിത ഇന്ത്യ ഭരിച്ചിരുന്നു. നല്ല ശക്തിയായിട്ടുള്ള ഒരു വനിത ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നു. സുജ്ജില ഇസ്മുഹ ഫി കുതുബി താരിഖി അവ്വൽ ഇംറഅത്തിൻ ഹക്കമത്തിൽ ഹിന്ദ് എന്ന് വെച്ചാല് ഇന്ത്യ ഭരിച്ച ആദ്യ വനിത എന്ന നിലക്കാണ് ചരിത്രം അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഹിയ സുൽത്താന റളിയ. അപ്പം മലിക്കത്തു ഹിന്ദ് എന്നുള്ളതിന്റെ ആൻസർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഇവിടെ കണ്ടോ? അവരുടെ പേര് വഹിയ സുൽത്താന റളിയ ഇബ്നു ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ മകളാണ്. കാനത്ത് മലിക്കത്തുൻ ഹാസിമാവദക്കിയ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നല്ല മനോദൃഢതയും ബുദ്ധിശക്തിയുള്ള രാജ്ഞിയായിരുന്നു ഇവര് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് ആണ് നമ്മളുടെ കഥാപാത്രം, ഇപ്പോഴത്തെ കഥാപാത്രം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ച് മടങ്ങി വരാം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മൾ കണ്ടെത്തിയതാണ് കൽപ്പന ചൗള എന്ന് പറയുന്നത് റാഇദത്തുൽ ഫലാഹ് ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത് ല്ലേ? ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണം അറിയോ? മൂന്നാമത്തെ ആൻസർ കൽപ്പന ചൗള എന്ന് എഴുതിയിട്ട് ഇതിന്റെ ഇവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ഈ സ്ഥാനത്ത് ഈ റാഇദത്തുൽ ഫലാഹ് എന്നുള്ളത് ഇതാ ഇങ്ങോട്ട് എഴുതണം. ഓക്കെ. ഇങ്ങോട്ട് എഴുതണം. പിന്നെ നെക്സ്റ്റ് സുൽത്താന റളിയ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ ഇവരുടെ പേര് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഈ ഒരു പേര് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സംഭവത്തെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഇറക്കിയിട്ട് എഴുതണം. കാര്യങ്ങൾ കൃത്യമായല്ലോ. അപ്പൊ മലിക്കത്തു ഹിന്ദ് ആരാണ്? സുൽത്താന റളിയ. റായിദത്തുൽ ഫലാഹി ആരാണ്? കൽപ്പന ചൗള. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ 4 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മളിപ്പോ ചെയ്തു. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആം, പിന്നെ എന്താണ് ഉപകാരപ്പെടുന്നതാണ്. വീണ്ടും വേറെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട്. റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന അവര് സുൽത്താന റളിയ എന്ന അവരുടെ നേരെ താഴെ പറയുന്നുണ്ട് റാണി ലക്ഷ്മിബായി. അവരുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ മലിക്കത്ത് ഝാൻസി എന്നുണ്ടാവും. ആ ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു ആര്? റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നവര്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പേജ് നമ്പർ 53 തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ, പേജ് നമ്പർ എത്രയാണ്? 53 ട്ടോ. 53 തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഫസ്റ്റത്തെ വരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്ത് കാനത്ത് റാണി ലക്ഷ്മിബായി മലിക്കത്തു ഝാൻസി എന്നുള്ളത്. ഇവര് 2 വാള് പിടിച്ചിട്ട് യുദ്ധം ചെയ്തിരുന്നു എന്നാ. അപ്പോ ഹാമിലത്ത് സെയ്ഫേനി എന്നും വരാറുണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ജസ്റ്റ് ഒരു നോട്ടാക്കിയിട്ട് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങളത് എഴുതിയെടുക്കുക എന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ഇതാ ഞാനിവിടെ നൽകിയിരിക്കുന്നു. കൽപ്പന ചൗള റാഇദത്തുൽ ഫലാഹി. ഇത് എഴുതിയെടുത്താൽ നല്ലതാട്ടോ. എന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പഠിച്ചു പോവാം. കൽപ്പന ചൗള റാഇദത്തുൽ ഫലാഹി, സുൽത്താന റളിയ മലിക്കത്തു ഹിന്ദ്, റാണി ലക്ഷ്മിബായി ഹാമിലത്ത് സെയ്ഫേനി, അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ പഠിച്ചു മലിക്കത്ത് ഝാൻസി. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അതൊന്നും ഓർത്ത് വെക്കണേ. പിന്നെ ഹാഫിൽ ബക്കി ഇബ്രാഹിം, ഷായിറു നീല് അല്ലെങ്കിൽ ഷായിറു ഷാബ്, 2 പേരും 2 പേരുണ്ട്. അതുപോലെ CH മുഹമ്മദ് കോയ ആണെങ്കിൽ റയീസുൽ വുസറ എന്ന് നമുക്ക് പഠിക്കണം. മുസ്തഫ സാദിഖ് റാഫി ആണെങ്കിൽ ഷായിറുൻ മിസ്രി ആണ്. അത് നമ്മൾ നോക്കി വെക്കണം. അതുപോലെ അബാദി ബാനു എന്ന് പറഞ്ഞാൽ 2 മക്കളുടെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന 2 മക്കളുടെ ഉമ്മയാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ മക്കള്. പിന്നെ അബു ഖാസിം ഷാബി എന്ന് പറയുന്ന അബു ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി ആരാണ്? അഹാനി അൽ ഹയാത്ത് എന്ന പുസ്തകം എഴുതിയ ആളാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് 1 വേർഡ് ആയിട്ട് പിന്നെ അല്ലാതെയും 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഓരോന്നും ഓരോ മാർക്കിനാണ് ചോദിക്കുക. ഈ ചേരുംപടി ചേർക്കാനുള്ളതൊക്കെ ആണെങ്കിൽ അപ്പൊ അതൊക്കെ നോക്കി വെച്ചിട്ട് പോവുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.